വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം. 12 ഒരുവനായ യൂദ അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവേ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുത്തൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറേ വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ അവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എന്നാൽ യേശു താൻ വളരെ കഷ്ടമനുഭവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ശിഷ്യന്മാരുടെ ഉറക്കം കണ്ടിട്ട് അവരോട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു പുരുഷാരം രാത്രിയിൽ അവൻ്റെ അടുത്തേക്ക് പന്തവും വാളും വടിയുമായി വരികയാണ്. ആ പുരുഷാരത്തിൻ്റെ മുമ്പിൽ നടന്നത് 12 ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്ന യൂദയായിരുന്നു. അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന്, ഇതാ ഇവനെ പിടിച്ചുകൊള്ളൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ അവൻ ചുംബിക്കുകയാണ്. യേശുവിനെ ദേവാലയത്തിൽ വെച്ച് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ ഭയമായിരുന്നു. കാരണം പുരുഷാരം അവൻ അനുകൂലമായി പ്രതികരിക്കും എന്ന ഭയം. അതുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത് യേശുവിനെ അറസ്റ്റ് ചെയ്യണം. അതിപ്പോൾ അവർ രാത്രിയിൽ ചെയ്യുവാൻ തീരുമാനിച്ചു. കാരണം രാത്രിയിൽ പുരുഷാരമില്ലല്ലോ. പക്ഷേ ഒരു പ്രശ്നം, രാത്രിയിൽ യേശുവിനെ എങ്ങനെ തിരിച്ചറിയും? സാധാരണക്കാരനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. മറ്റുള്ള വ്യക്തികളെപ്പോലെ തന്നെ യേശുവും ഒരു യഹൂദൻ, ഒരു ഗലീലക്കാരനായ യഹൂദനെ പോലെ മാത്രമായിരുന്നു മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് പല ചിത്രങ്ങളിലും കാണുന്നത് പോലെ യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള ഒരു വളയം ഉണ്ടായിരുന്നില്ല. താനൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു യഹൂദനായ, ഒരു ഗലീലക്കാരനായ ചെറുപ്പക്കാരൻ എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ആർക്കും യേശുവിനെക്കുറിച്ച് തോന്നുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവാലയത്തിൽ നിന്ന് വന്ന പടനായകന്മാർക്കും പട്ടാളക്കാർക്കും സേവകർക്കും ആരെങ്കിലും യേശുവിനെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ യേശു ആരാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല. 3.5 വർഷക്കാലം യേശുവിൻ്റെ ഒപ്പം നടന്ന യൂദയ്ക്ക് യേശുവിനെ നന്നായി അറിയാം. ഏത് രാത്രിയിലും യേശുവിനെ തനിക്ക് തിരിച്ചറിയാം. താൻ മഹാപുരോഹിതന്മാരോട് പറഞ്ഞു, രാത്രിയിൽ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെ കാണിച്ചു തരുമെന്നല്ലേ? നിങ്ങൾ വരുമ്പോൾ ഞാൻ യേശുവിനെ ചുംബിക്കും. അതാണ് യേശു അവനെ അറസ്റ്റ് ചെയ്തുകൊള്ളുക.
ഈ പറഞ്ഞത്, അതായത് യൂദ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞത് വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് യൂദയുടെ വിചാരം. അപ്പോൾ യൂദ വിചാരിച്ചു, ഞാൻ എൻ്റെ ഗുരുവിനെ കാണുന്നു, ഞാൻ ഗുരുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അത് കാണുമ്പോൾ ഗുരുവും മറ്റുള്ളവരും വിചാരിക്കും എനിക്ക് ഗുരുവിനോടുള്ള സ്നേഹം, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. എന്നാൽ മറ്റുള്ളവർക്ക് ഇതൊരു അടയാളമാണ്. അവരോട് രഹസ്യമായി യൂദ പറഞ്ഞു, ഞാൻ ചുംബിക്കുന്നവനാണ്, യേശു അറസ്റ്റ് ചെയ്തുകൊള്ളുക. നമുക്കറിയാം, യേശുവിന് ഈ കാര്യം മനസ്സിലായി. യേശുവിനെ ചുംബിക്കുവാൻ വന്ന യൂദയോട് യേശു പറയുകയാണ്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? അപ്പോൾ യേശുവിന് കാര്യം മനസ്സിലായി എന്ന കാര്യം യൂദയ്ക്കും മനസ്സിലായി. യൂദ ചുംബിക്കുക വഴി ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അവൻ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. ഇന്നും അനേക ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. പക്ഷേ അവർ വാസ്തവത്തിൽ കപടഭക്തിക്കാരാണ്. ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണ്, പക്ഷേ പുറമേ നിന്ന് നോക്കിയാൽ ചുംബനം. അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ആ സമയത്ത് ശിഷ്യന്മാർക്ക് മനസ്സിലായി. കൂടെയുള്ള ശിഷ്യന്മാർ അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ? കുറച്ച് മുമ്പ് യേശു പറഞ്ഞു, മടിശീല ഇല്ലാത്തവൻ അത് എടുക്കട്ടെ, വസ്ത്രം ഉള്ളവൻ അത് വിറ്റിട്ട് വാൾ വാങ്ങട്ടെ. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, കർത്താവ് പറഞ്ഞത് ഈ വാൾ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു ആളുകളെ വെട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവർ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്നാൽ ഇനി ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന്. കർത്താവിൻ്റെ മറുപടിക്ക് വേണ്ടി അവർ കാത്തു നിന്നില്ല, അതിനു മുമ്പ് തന്നെ വെട്ടി. പത്രോസാണ് ഈ വെട്ടിയത് എന്ന് നമുക്ക് മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഭാഗം വായിച്ചിട്ട് ചില ആളുകൾ പറയുന്നത് പത്രോസ് ഒരു ഇടങ്കൈയനായിരുന്നു എന്നാണ്. കാരണം വലത്തെ കാതല്ലേ വെട്ടിയത്. പിന്നെ മറ്റൊരു കാര്യം ആളുകൾ പറയുന്നത് ഒരുപക്ഷെ അവൻ പുറകിൽ നിന്നായിരിക്കും വെട്ടിയത്. വലത്ത് കൈ കൊണ്ട് പുറകിൽ നിന്ന് വെട്ടിയാൽ ഒരാളുടെ വലത്തെ കാത് മുറിയും. എന്തായാലും കഴുത്ത് പോയില്ല, മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവി മുറിഞ്ഞു. യേശു ഉടൻ തന്നെ ഇടപെടുകയാണ്. താൻ പറഞ്ഞു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശുവിനെ പിടിക്കാൻ വന്ന മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് സൗഖ്യമാക്കിയതിന് ശേഷമാണ് അവർ യേശുവിനെ പിടിച്ചത്. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. കാരണം ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് വെച്ചാൽ ഈ സമയത്തും കാര്യങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ്. ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചാണ് യേശുവിൻ്റെ അറസ്റ്റ് നടക്കുന്നത്. ഇതൊരു ആക്സിഡൻ്റ് അല്ല, യാദൃശ്ചിക സംഭവം അല്ല. അവർ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഹന്നാവും കയ്യാഫും മഹാപുരോഹിതന്മാരായിരിക്കും കാലം എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അമ്മാവിയപ്പനും മരുമകനുമാണ്. ഇവരാണ് ഇപ്പോൾ ഈ യഹൂദ മതത്തിൻ്റെ മഹാപുരോഹിതന്മാരായിരിക്കുന്നത്. മത നേതാക്കൾക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ന്യായപ്രമാണപ്രകാരം വിധിക്കാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരം മഹാപുരോഹിതന്മാർക്ക്, സാൻഹീദ്രിന് ഇല്ലായിരുന്നു. യേശുവിനെ കുറ്റക്കാരനെന്ന് ഈ മതകോടതി വിധിക്കണം. അതിനുവേണ്ടിയാണ് അവർ അന്ന് രാത്രി തന്നെ യേശുവിനെ പിടിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. മഹാപുരോഹിതൻ്റെ വീട് പ്രസിദ്ധമായൊരു സ്ഥലമാണ്. ഒരു വലിയ ബംഗ്ലാവായിരുന്നിരിക്കാം. അതിന് വലിയൊരു മുറ്റമുണ്ട്. യോഹന്നാൻ, ശിഷ്യനായ യോഹന്നാന് ആ വീട്ടിൽ ചില ആളുകളുമായി പരിചയമുണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് തൻ്റെ പരിചയം ഉപയോഗിച്ച് താൻ ആ കോമ്പൗണ്ടിനുള്ളിൽ കടന്നു. ആ കൂടെ പത്രോസും കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നമ്മുടെ വായിക്കുന്നത് പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്ന് വെച്ചാൽ യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി യേശുവിന് എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ഒരു ആകാംക്ഷ പത്രോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പുറകെ പോയത്. ഈ പത്രോസാണ് ഞാൻ നിൻ്റെ കൂടെ തടവിലാകാനും മരിക്കാനും തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞത്, അതോർക്കണം. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തെങ്ങും പോയി നിൽക്കാനുള്ള ധൈര്യം പത്രോസിനില്ല. താൻ അകലം വിട്ട് പിൻചെല്ലുകയാണ്. അവിടെ താൻ ആളുകൾ തീ കായുന്ന സ്ഥലത്ത് പോയിരുന്നു. തണുപ്പുള്ള രാത്രിയാണ്. ഇന്നത്തെ പോലെ പ്രകാശമൊന്നും ആ കോമ്പൗണ്ടിലില്ല, തണുപ്പുണ്ട്. അപ്പോൾ തീ കായുന്നത് കണ്ട് അതിനടുത്ത് പോയി പത്രോസ് ഇരിക്കുന്നു. അവിടെ വച്ച് പത്രോസിനെ ആളുകൾ തിരിച്ചറിയുകയാണ്.
നീ അവൻ്റെ കൂടെയുള്ളവനാണ്, നീ ഗലീലക്കാരനാണ്, നിൻ്റെ ശബ്ദം, നിൻ്റെ സംഭാഷണ രീതി, നീ ഒരു ഗലീലക്കാരനാണ് എന്ന് തെളിയിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് പത്രോസിനെ അവർ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി. പത്രോസിൻ്റെ ഗുരുവായ യേശുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അവനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പത്രോസിന് അപ്പോൾ അറിയില്ലായിരുന്നു. പക്ഷേ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. രാത്രിയിൽ വാളുകൊണ്ട് വെട്ടിയത് ഞാനാണ്, മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് മുറിച്ചത് ഞാനാണ്, വധശ്രമത്തിന് എൻ്റെ പേരിൽ വേണമെങ്കിൽ കേസെടുക്കാം. ആ ഭയം പത്രോസിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് പത്രോസ് അകലം വിട്ട് പിൻചെന്നത്. പത്രോസിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. താൻ ശിഷ്യന്മാരിൽ പ്രധാനി എന്ന് പലയിടത്തും സ്വയം കരുതിയിരുന്നു. കർത്താവും പത്രോസിന് വളരെ നല്ലൊരു സ്ഥാനം കൊടുത്തിരുന്നു. താൻ 3 പേരെ വിളിച്ചുകൊണ്ട് മറുരൂപമലയിലേക്ക് പോയപ്പോൾ, പ്രാർത്ഥിക്കാൻ പോയപ്പോൾ, ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുവാൻ പോയപ്പോൾ 3 പേരെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ആ 3 പേരിൽ ഒരാൾ പത്രോസായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും. അപ്പോൾ പത്രോസ് 12 ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു എന്ന് മാത്രമല്ല, അവരിൽ തന്നെ ഒരു ഇന്നർ സർക്കിളിൻ്റെ അംഗമായിരുന്നു പത്രോസ്. 3 പേരിൽ ഒരുവനായിരുന്നു. എന്നാൽ ഈ പത്രോസ് 3 പേരിൽ ഒരുവനായിരുന്നു എന്ന് മാത്രമല്ല, വളരെ പ്രസിദ്ധമായ ചില കാര്യങ്ങൾ താൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് പത്രോസിനോടും തൻ്റെ ശിഷ്യന്മാരോടും ചോദിച്ചു, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അവർ പലതും പറഞ്ഞു. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടൻ തന്നെ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ കാര്യം കർത്താവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് എന്നും പത്രോസിനോട് പറഞ്ഞു. എന്നാൽ അതിനുശേഷം യേശു കഷ്ടമനുഭവിക്കാനും മരിക്കാനും പോകുന്നു എന്ന് പറഞ്ഞത് പത്രോസിന് ഇഷ്ടപ്പെട്ടില്ല. പത്രോസ് കർത്താവിനെ ശാസിക്കുകയാണ്, വിളിച്ചു മാറ്റി നിർത്തി, നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ. കർത്താവിന് കാര്യം മനസ്സിലായി. ഇത് പത്രോസല്ല സംസാരിക്കുന്ന, പത്രോസിനെ കൊണ്ട് സാത്താനാണ് പറയിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കർത്താവ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്രേ ചിന്തിക്കുന്നത് എന്ന് പറയുവാനിടയായി. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് നാം പത്രോസിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പത്രോസ് ഒരു നിമിഷം വളരെ ആത്മീകമായ ഉന്നത നിലയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തു. അടുത്ത നിമിഷം താൻ സാത്താൻ്റെ ഒരു മൗത്ത് പീസായ സാത്താന് വേണ്ടി സംസാരിക്കുന്നവനായി തീർന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു 3 വട്ടം. കർത്താവ് വോൺ ചെയ്തതാണ്, എന്നിട്ടും താൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇത്ര വലിയൊരു വീഴ്ച പത്രോസിൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതാണോ? നമുക്കറിയാം, നാം പല ആളുകളുടെയും വലിയ പതനത്തെക്കുറിച്ച്, ആത്മീകമായ വീഴ്ചയെക്കുറിച്ച് കേൾക്കും. അയ്യോ, അത്രയും വലിയ ആൾ, അത്രയും നല്ല ആൾ ആ കാര്യം ചെയ്യുമോ? ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആരും പെട്ടെന്ന് വീഴുന്നില്ല. പ്രത്യേകിച്ച് ആത്മീക ഗോളത്തിൽ ആരും പെട്ടെന്ന് വീഴില്ല. വളരെ നാളുകളായി അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവവചനം അനുസരിക്കാതെ തിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരു സുപ്രഭാതത്തിൽ അവരുടെ വീഴ്ച എല്ലാവരും അറിയുന്നു എന്നേ ഉള്ളൂ. പത്രോസിൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. താൻ തള്ളിപ്പറഞ്ഞു, കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു എന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുടെ അനന്തരഫലമാണ്. അതിലൊന്നാമത്തേത്, പത്രോസ് കർത്താവ് പറഞ്ഞ എല്ലാ കാര്യവും വിശ്വസിക്കുവാൻ മനസ്സ് വച്ചില്ല. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ താൻ വിശ്വസിച്ചു, എന്നാൽ ചില കാര്യങ്ങൾ താൻ വിശ്വസിച്ചില്ല. ഒരിക്കൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട് ആളുകൾ അവനെ വിട്ടുപോയി. ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞവർ പോയി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ മൊഴികളുണ്ട്. എന്ന് പറഞ്ഞാൽ നീ പറയുന്ന കാര്യങ്ങൾ ദൈവവചനമാണ്, നിത്യജീവൻ നൽകുന്നതാണ് എന്ന് പത്രോസ് പറഞ്ഞതാണ്. എന്നാൽ ആ പത്രോസ് തന്നെ ചില സമയത്ത് പറയുന്നത്, നീ പറയുന്നത് ശരിയല്ല കർത്താവേ, നീ പറയുന്ന പോലെ സംഭവിക്കരുത്. പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നത് എന്താ? നിൻ്റെ പക്കൽ ജീവൻ്റെ മൊഴികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നീ പറയുന്നത് സത്യമല്ല. ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, ഞാൻ നിന്നോടുകൂടെ മരിക്കാനും തടവിലാകാനും ഒക്കെ അത്ര റെഡിയായിരിക്കുകയാണ് എന്നാണ്. യേശുവിൻ്റെ വാക്കുകൾ എല്ലാം വിശ്വസിക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രിയപ്പെട്ട ചില വാക്യങ്ങളുണ്ട്, ചില പ്രിയപ്പെട്ട ഉപദേശങ്ങളുണ്ട്, അതനുസരിക്കാൻ നമുക്ക് ഉത്സാഹമാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അവ കണ്ടതായി പോയി നാം നടിക്കില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അനുസരിക്കില്ല, അത് ദൈവവചനമായി അംഗീകരിക്കില്ല. യേശുവിൻ്റെ വാക്കുകളെല്ലാം വിശ്വസിക്കാത്തവർ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. രണ്ടാമത്, അവൻ തൻ്റെ സ്വയ ബുദ്ധിയിലാണ് ഊന്നിയത്.
നമുക്കറിയാം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറയുന്നു, കർത്താവേ, എങ്ങനെ സംഭവിക്കരുത്? നീ 30 വയസ്സ് 33 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഇപ്പോഴേ മരിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കരുത്. ഇത് മാനുഷികമായ ബുദ്ധിയാണ്. കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്. നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്രേ ചിന്തിക്കുന്നത്. മാനുഷികമായ സ്വയബുദ്ധിയിൽ പത്രോസ് ഊന്നി. സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ വഴികൾ ദൈവത്തിന് സമർപ്പിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പത്രോസ് അതാണ് ചെയ്തത്. അവൻ സ്വന്തം വിവേകത്തിൽ ഊന്നി. മാത്രമല്ല, പത്രോസിന് സ്വന്തം ശക്തിയിലും കഴിവിലും അമിതമായ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ മറ്റെല്ലാവരിലും കേമനാണ്, മറ്റെല്ലാവരും ഓടിപ്പോയാലും മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല, ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന അമിതമായ വിശ്വാസം തൻ്റെ സ്വയത്തിൻ്റെ മേൽ പത്രോസിനുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, പത്രോസിന് ആത്മീകമായ കാര്യങ്ങളിൽ വിവേചനക്കുറവുണ്ടായിരുന്നു. പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞതാണ്, സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. സാത്താൻ നിങ്ങളുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നു, സാത്താൻ നിങ്ങളെ ആക്രമിക്കുവാൻ, നിങ്ങളെ വിഴുങ്ങിക്കളയുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് കർത്താവ് അവരോട് പറഞ്ഞതാണ്. എന്നാൽ പത്രോസിന് ആ കാര്യം മനസ്സിലാക്കുവാനോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാനോ സാധിച്ചില്ല. അവർക്ക് പിശാചിൻ്റെ തന്ത്രങ്ങൾ അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ, സാത്താൻ താനും അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് നടക്കുന്നു എന്ന് താൻ എഴുതി. എന്ന് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു മൃഗശാലയിൽ നിന്നോ ഒരു സർക്കസിൽ നിന്നോ ഒരു സിംഹം പുറത്ത് ചാടിപ്പോയി എന്ന് വിചാരിക്കുക. അതെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ കളക്ടറുടെ ഓഫീസിൽ നിന്നും ഒരറിയിപ്പുണ്ടായി, നിങ്ങളുടെ ജില്ലയിൽ ഒരു സിംഹം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയി, അത് അലഞ്ഞു നടക്കുന്നു, അതിന് വിശപ്പുണ്ട്, അതെവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, ആളുകൾ സൂക്ഷിക്കണം എന്നൊരു നോട്ടീസ് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ വീട് കൃത്യമായി അടച്ചിടും. പുറത്ത് തനിയെ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കും. ബസ്സിൽ കയറാൻ നോക്കിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം ആ സിംഹം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സാത്താനെക്കുറിച്ച് പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. സാത്താൻ ഊടാടി നടക്കുകയാണ്, ആരെ വിഴുങ്ങേണ്ടു എന്നാലോചിച്ചുകൊണ്ട്. അതാണ് ആത്മീകമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പിശാച്, നമ്മുടെ ശത്രു, ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് സിംഹത്തെപ്പോലെ നടക്കുമ്പോൾ നാം സൂക്ഷിക്കണം. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ആ മുന്നറിയിപ്പ് സ്വീകരിക്കുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. മുന്നറിയിപ്പുകളെ താൻ അവഗണിച്ചു. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവൻ കർത്താവിനെ അനുഗമിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അനുഗമിക്കുകയാണ്. പക്ഷേ അവൻ കർത്താവിനോട് കൂടെയല്ലായിരുന്നു, അകലം വിട്ട് പിൻചെല്ലുകയായിരുന്നു. കർത്താവ് മുമ്പിൽ നടക്കുന്നു, വളരെ പുറകിലാണ് പത്രോസ് നടന്നത്. കർത്താവുമായിട്ട് യാതൊരു കൂട്ടായ്മയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ കർത്താവിൻ്റെ പിന്നാലെയാണോ എന്ന് ചോദിച്ചാൽ അതെ, കർത്താവ് പോയ വഴിയിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ കർത്താവുമായി മൈലുകളുടെ ദൂരം പത്രോസിനുണ്ടായിരുന്നു. ഇതൊക്കെ അവനെ വീഴുവാനായി ഇടയാക്കി. മാത്രമല്ല, അവൻ യോഹന്നാൻ്റെ കൂടെയാണ് ഈ കോമ്പൗണ്ടിൽ കടന്നതെങ്കിലും പരീക്ഷ നേരിടുന്ന സമയത്ത് പത്രോസ് തനിയായിരുന്നു. ആ 3 പേർ അവനെ ചോദ്യം ചെയ്തപ്പോഴും പത്രോസ് തനിയായിരുന്നു. പത്രോസിനോട് അവർ പറഞ്ഞു, നീ അവൻ്റെ കൂടെയുള്ളവൻ, നിൻ്റെ ഉച്ചാരണം ഗലീലക്കാരുടേതുപോലെയാണ്, നീയും അവൻ്റെ ശിഷ്യനാണ്. ഓരോരുത്തരും ഇത് പറഞ്ഞപ്പോൾ പത്രോസ് തനിയായിരുന്നു. പ്രിയ സുഹൃത്തെ, നാം പരീക്ഷയിൽ വീണുപോകുവാൻ ഈ കാരണങ്ങളൊക്കെയാണ് ഇടയാക്കുന്നത്. ഒന്നാമതായി, യേശുവിൻ്റെ എല്ലാ വാക്കുകളും വിശ്വസിക്കാനും അനുസരിക്കാനും മനസ്സില്ലായ്മ, സ്വയബുദ്ധിയിലൂന്നുക, സ്വന്തം ശക്തിയിൽ അമിതമായി വിശ്വസിക്കുക, ആത്മീയമായ കാര്യങ്ങളിൽ വിവേചനമില്ലാതിരിക്കുക, കർത്താവിൽ നിന്നും ഒരു വലിയ ദൂരം കീപ്പ് ചെയ്യുക. കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്, പക്ഷെ വളരെ പിന്നിലാണ് എന്ന് മാത്രം. അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ്, അവൻ തനിയെയായിരുന്നു എന്നതാണ്. പല ആളുകളും സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കുന്നുണ്ട് എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്.
ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ, കൂട്ടായ്മയ്ക്ക് പോയില്ലെങ്കിൽ എന്തിനാ ദൈവദാസൻ, സഭയിലെ മൂപ്പൻ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്ന് പലരും ചിന്തിക്കും. നിങ്ങൾ കൂട്ടായ്മയ്ക്ക്, ആരാധനയ്ക്ക്, മറ്റു മീറ്റിങ്ങുകൾക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ വരണമെന്ന് പറയുന്നത് അവരുടെ ഗുണത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്. മറ്റ് സഹോദരി സഹോദരന്മാരുമായി കൂട്ടായ്മ ഇല്ലാത്തവർ പാപത്തിൽ വീഴുവാനുള്ള സാധ്യത വലിയതാണ്. ഇതൊക്കെയാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതൊക്കെ പത്രോസിനെ വലിയൊരു വീഴ്ചയിലേക്ക് തള്ളിവിട്ടു. ആദ്യം ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പത്രോസ് അല്പം കൂടി ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു, ഞാൻ അവനെ അറിയില്ല. മറ്റ് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് പത്രോസ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ്. മൂന്നാമതൊരു വ്യക്തി നീ ഗലീലക്കാരനാണ്, അവൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് ദേഷ്യം വന്നു. പത്രോസ് മോശമായ ഭാഷയിൽ അവരോട് സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. താൻ മൂന്നാമത് തള്ളി പറഞ്ഞപ്പോൾ, ഇത് ഉടനെയല്ല സംഭവിച്ചത്, ഏതാണ്ട് ഒരു നാഴിക സമയം ഓരോ തള്ളിപ്പറച്ചിലിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം. മൂന്നാമത് താൻ തള്ളിപ്പറഞ്ഞ് തീരുന്നതിന് മുൻപ് കോഴി കൂകി. അപ്പോൾ പത്രോസിന് കർത്താവിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു. യേശു പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പത്രോസിന് അപ്പോൾ മനസ്സിലായി. ഇത് സംഭവിച്ചപ്പോൾ യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തോന്നും യേശുവിന് യാതൊരു അധികാരവുമില്ല, യേശുവിന് യാതൊരു ശക്തിയുമില്ല. അവനൊരു കുറ്റവാളിയായി, കെട്ടപ്പെട്ടവനായി കോടതിയുടെ മുമ്പാകെ പോലീസുകാരുടെ ഇടയിൽ നിൽക്കുന്നു. അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാത്രി സമയത്ത് ആ മഹാപുരോഹിതൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു വലിയ കോമ്പൗണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് മാത്രം തീ കത്തുന്നുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ വെളിച്ചം, അല്ലാതെ വേറെ സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. ആ തീവെട്ടത്തിൻ്റെ അടുത്ത് എവിടെയാണ് പത്രോസ് നിൽക്കുന്നത്? യേശു നിൽക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ ഒരു പന്തം വല്ലതും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക. 3 പ്രാവശ്യം കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞ ശേഷം കോഴി കൂകി. കോഴി കൂകിയ ഉടനെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ആ ഇരുട്ടുള്ള രാത്രിയിൽ, വെളിച്ചം വളരെ പരിമിതമായിരുന്ന ആ അവസ്ഥയിൽ അവർ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളവിടെ വായിക്കുന്ന കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കിയെന്നാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പുറകിലായിരുന്നു പത്രോസ്. എങ്കിലും പത്രോസ് എവിടെയായിരുന്നു എന്ന് കൃത്യമായി കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് കൃത്യം പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പത്രോസിന് കാര്യം മനസ്സിലായി. പത്രോസിന് മനസ്സിലായി യേശു പറഞ്ഞതെല്ലാം ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു, അതും ശരിയാണ്. ഈ രാത്രി സമയത്ത് യേശുവിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അവനെ കെട്ടപ്പെട്ടവനായി നിർത്തിയിരിക്കുകയാണെങ്കിലും പത്രോസ് ആ വീടിൻ്റെ മുറ്റത്ത് എവിടെയാണ് നിൽക്കുന്നത്, അവൻ എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് കർത്താവിനറിയാമായിരുന്നു. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. അത് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർത്താവ് കെട്ടപ്പെട്ടവനായി നിന്നപ്പോഴും എല്ലാ കാര്യങ്ങളും തൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. താൻ ക്രമീകരിച്ചതുപോലെ, താൻ തീരുമാനിച്ചതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ആ രാത്രിയിലും സംഭവിച്ചത്. ഇത് മനസ്സിലാക്കിയ പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. പ്രിയ സുഹൃത്തേ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, തെറ്റുകൾ അത് നമുക്ക് ബോധ്യമാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. ദുഃഖമുണ്ടാകണം. എന്നാൽ ദുഃഖമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ 2 പേർ വളരെ ഗുരുതരമായ 2 തെറ്റുകളിൽ ഏർപ്പെട്ടു. ഒന്നാമത്തേത് യൂദ. അവൻ പണത്തെ സ്നേഹിച്ചു. അവൻ തൻ്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ഗുരുവിനെ ചുംബനം കൊണ്ട് അവൻ ഒറ്റിക്കൊടുത്തു. അതിനുശേഷം യേശുവിനെ അറസ്റ്റ് ചെയ്തു, അവനെ യേശുവിനെ കൊല്ലുവാൻ വിധിച്ചു എന്നറിഞ്ഞപ്പോൾ യൂദയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ഇവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സംഭവിച്ചു. അപ്പോൾ കർത്താവ് അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസിനും
അത്യന്തം ദുഃഖമുണ്ടായി. അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. എന്നാൽ യൂദയുടെ ദുഃഖവും പത്രോസിൻ്റെ ദുഃഖവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ 2 തരം ദുഃഖങ്ങളെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. താൻ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് ഞാൻ മുമ്പേ അനുതപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. കൊരിന്ത്യർക്കിടയിൽ ചില തെറ്റായ കാര്യങ്ങളുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അതിനെ തെറ്റെന്ന് വിളിച്ചു, അതിനെ വിമർശിച്ചു, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുതി. ആ എഴുത്ത് വായിച്ച് കൊരിന്തിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് ദുഃഖമുണ്ടായി. എന്നാൽ ദുഃഖം മാത്രമല്ല അവർക്കുണ്ടായതെന്ന് പൗലോസ് പറയുകയാണ്. അവർ ദുഃഖിച്ചു, അവരുടെ പാപത്തെ ഓർത്ത് അവർ അനുതപിച്ചു, അവർ മാനസാന്തരപ്പെട്ടു. അതാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുക മാത്രമല്ല, താൻ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. എന്നാൽ യൂദയോ താനും ദുഃഖിച്ചു. കർത്താവിലേക്ക് തിരിയുന്നതിന് പകരം നാം യൂദയെ കാണുന്നത് അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. അവരോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്തത് ശരിയായില്ല. നിങ്ങൾ അവനെ കൊല്ലാൻ വിധിച്ചു. ഇത് രക്തത്തിൻ്റെ പണമാണ്. അവർ പറഞ്ഞു, അതിന് ഞങ്ങളെന്ത് വേണം? ഇത് നിൻ്റെ കാര്യം, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ കൈമലർത്തി. സഹായിക്കാൻ കഴിയാത്ത മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്കാണ് യൂദ പോയത്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടായെങ്കിലും അവൻ അനുതപിച്ചു. അവൻ തൻ്റെ പാപത്തെ വിട്ട് തിരിഞ്ഞു, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. നമ്മുടെ മുഖം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പുറകുഭാഗം പാപത്തിൻ്റെ നേരെയാണ് തിരിയുന്നത്. അതാണ് മാനസാന്തരം. പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ പത്രോസിന് കഴിഞ്ഞു. പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. എന്നാൽ യൂദയുടെ ദുഃഖം അത് ലോകപ്രകാരമുള്ള ദുഃഖമായിരുന്നു. അതവനെ മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിച്ചു. പ്രിയ സുഹൃത്ത്, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. നല്ല കാര്യം. പക്ഷേ ആ തെറ്റുകളെ ഓർത്ത് മാനസാന്തരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചു തരാൻ കഴിയുന്ന കർത്താവിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം അപകടമാണ്. യൂദയുടെ പോലത്തെ ദുഃഖമാണ്. പത്രോസ് ദുഃഖിച്ചു, കരഞ്ഞു. പക്ഷേ അവൻ കർത്താവിലേക്ക് മടങ്ങി വന്നു. ആ നിലയിൽ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ നമ്മെ ഇടയാക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957.